ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സിന്റെയും നാംപിങ്ങിന്റെയും സ്റ്റോറിയാണ്. ഇന്ന് മാർച്ച് 19 തീയതിയാണ്. ഡേറ്റ് കാണുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ ഹീറോ ആയിട്ടുള്ള എക്സ് വേഗം ഓടിപ്പോകുന്നുണ്ട്. 5 വർഷങ്ങളായി അവൻ ഒരാളെ സീക്രട്ട് ആയിട്ട് പ്രണയിക്കുന്നുണ്ട്. അവനെ കാണാനായിട്ട് സെമിത്തേരിയിലേക്കാണ് പോകുന്നത്. അവന്റെ പേര് നാംകിൻ എന്നാണ്. നാംകിൻ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കല്ലറയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അവന്റെ കൂടെ അവന്റെ ഫ്രണ്ടും ഉണ്ട്. ഒരു ആക്സിഡന്റിലാണ് അവൻ അവന്റെ പാരന്റ്സിനെ നഷ്ടപ്പെടുന്നത്. അതിനുശേഷം എല്ലാ കൊല്ലവും മാർച്ച് 19 തീയതി അവൻ ഈ സെമിത്തേരിയിലേക്ക് വരികയും കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ആ കുറച്ച് സമയത്ത് മാത്രമാണ് എക്സ് നാംപിങ്ങിനെ കാണാറുള്ളൂ. അങ്ങനെ നാംപിങ് അവന്റെ പാരന്റ്സിനോട് പറയുന്നുണ്ട്, ചിലപ്പോൾ അടുത്ത വർഷം അവന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവന്റെ പാരന്റ്സിന് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ആദ്യമായിട്ട് നാംപിങ്ങും എക്സും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. നാംപിങ്ങിന് മനസ്സിലാകുന്നില്ല എക്സ് അങ്ങോട്ട് വന്നിരിക്കുന്നത് അവനെ മാത്രം കാണാനാണെന്ന്. എക്സ് ആണെങ്കിൽ വേറൊരു കല്ലറയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ നാംപിങ് പോയ ഉടനെ തന്നെ എക്സ് നാംപിങ്ങിന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവർക്ക് വേണ്ടി ഫ്രൂട്ട്സും കുറച്ച് ഫ്ലവേഴ്സും വെച്ചു കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ആന്റി, അങ്കിൾ, എനിക്ക് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. എനിക്ക് നാംപിങ്ങിനെ ഒരുപാട് ഇഷ്ടമാണ്. അത് ഇന്നോ ഇന്നലെയോ അതോ പെട്ടെന്നുണ്ടായ ഇഷ്ടമൊന്നല്ല. എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അവന് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അവന് ഇഷ്ടപ്പെടാനായിട്ട് നിങ്ങൾ സമ്മതിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ അവന്റെ ജോലി സ്ഥലത്തേക്ക് പോവാണ്. അവനൊരു മെക്കാനിക്കാണ്. അവൻ സെമിത്തേരിയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ തന്നെ അവന്റെ ബ്രദറും ഫ്രണ്ടും അവനെ കളിയാക്കുന്നുണ്ട്. എക്സിന് നാംപിങ്ങിനെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അത് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. നാംപിങ് പോലും അറിയാതെയാണ് അവൻ നാംപിങ്ങിനെ എല്ലാ വർഷവും കാണാനായിട്ട് പോകാറ്. അതൊക്കെ പറഞ്ഞിട്ടാണ് അവര് കളിയാക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് എക്സ് എങ്ങോട്ടോ പോകുകയായിരിക്കും. അപ്പോഴാണ് റോഡിന്റെ സൈഡിൽ നാംപിങ്ങിനെയും അവന്റെ ഫ്രണ്ടായിട്ടുള്ള ടോണിനെയും കാണുന്നത്. എക്സ് വേഗം തന്നെ വണ്ടി നിർത്തിയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ടയർ പഞ്ചറായിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് അറിയുന്നത്. അങ്ങനെ മെക്കാനിക്കായിട്ടുള്ള എക്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യാനായിട്ട് അവളുടെ വർക്ക്ഷോപ്പിലേക്കും കൊണ്ടുപോവാണ്. അവൻ ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. അവിടെ വെച്ചിട്ട് പിങ് അവന്റെ അച്ഛന്റെ പഴയ വണ്ടി കാണുന്നുണ്ട്. എക്സിനോട് ചോദിച്ചിട്ട് അതിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അവൻ ചെറുപ്പത്തിൽ വരച്ചിട്ടുള്ള ചിത്രം ഇപ്പോഴും അതിനുള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് എക്സിനോട് അവൻ ഈ വണ്ടി എങ്ങനെയാ വാങ്ങാൻ പറ്റാന്ന് ചോദിക്കുന്നുണ്ട്. അതിന് എക്സ് പറയുകയാണ്, ഇത് ഈ വർക്ക്ഷോപ്പിന്റെ ഓണറിന്റെ വണ്ടിയാണ്. ഈ കാർ വാങ്ങിച്ചാലും അധികം ഉപകാരമൊന്നും ഉണ്ടാവില്ല. പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കംപ്ലൈന്റുകൾ ഉണ്ടാകും എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ പിങ്ങിന് ഒരുപാട് വിഷമായിട്ട് എനിക്ക് ഈ വണ്ടി വാങ്ങാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവന്റെ വിഷമം കാണാൻ എക്സിന് സാധിക്കുന്നില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട് അവന്റെ ബോസിനോട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന്. നാംപിങ് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അവൻ പോകുന്നത് എക്സ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ ബ്രദറും ഫ്രണ്ടും വന്നിട്ട് അവനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. അവിടെ ടോണാണെങ്കിൽ പിങ്ങിനെയും കളിയാക്കുന്നുണ്ട്, അവൻ എക്സിനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട്. ഇനി കാണിക്കുന്നത് എക്സിന്റെ ബ്രദർ ആയിട്ടുള്ള ജെ ഒരു കാറ് റെഡിയാക്കാനായിട്ട് പോവാണ്. പക്ഷെ ആ കാറിന്റെ ഓണറിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കില്ല, കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ജെ പറയുന്നുണ്ട് അവർ കാർഡ് എടുക്കില്ല, പൈസ മാത്രമേ എടുക്കുള്ളൂ. കൂടാതെ ഈ വർക്കിന് വളരെ കുറച്ച് പൈസ മാത്രമായിട്ടുള്ളൂ, അത് തരേണ്ട ആവശ്യമില്ലാന്ന്. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഇനി കാറിന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അവിടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുമ്പോൾ ആ കാറിന്റെ ഓണർക്ക് ജയോട് ചെറിയൊരു ക്രഷൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ പിങ് അവന്റെ വീട്ടിലേക്ക് വരികയാണ്. സാധാരണ മാർച്ച് 19 അവൻ സെമിത്തേരിയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും വിദേശത്തേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യാറ്. വിദേശത്താണ് അവൻ താമസിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ അവന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് എക്സിന്റെ മെസ്സേജ് വരുന്നത്.
പിങ്ങിന്റെ അച്ഛന്റെ ആ പഴയ കാറ് ബോസ് വിൽക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്. എക്സ് ഒരുപാട് ടെൻഷനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോഴാണ് അവരൊട്ടും പ്രതീക്ഷിക്കാതെ പിങ് എക്സിനെ കോൾ ചെയ്യുന്നത്. പിങ്ങിന്റെ കോൾ കാണുമ്പോൾ തന്നെ എക്സ് ഒരുപാട് വറീഡാവുന്നുണ്ട്. എന്നിട്ട് ആ കോൾ എടുക്കണോ വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജയും അവന്റെ ഫ്രണ്ടും കൂടെ ആ കോൾ അങ്ങ് അറ്റൻഡ് ചെയ്തിട്ട് വേഗം അവിടെ നിന്നും ഓടിപ്പോകുന്നത്. പിങ് എക്സിനോട് ചോദിക്കുന്നുണ്ട്, ആ കാറ് റെഡിയാക്കാൻ എത്ര സമയം പിടിക്കുന്നു? ഏകദേശം 2-3 ആഴ്ചക്കുള്ളിൽ ആ കാറ് റെഡിയാക്കാം. അതുവരെ നീ നാട്ടിൽ നിൽക്കുന്നുണ്ടോ എന്ന് എക്സ് ചോദിക്കുമ്പോൾ പിങ് പറയുന്നുണ്ട്, അത്ര കാലൊന്നും അവന് നിൽക്കാൻ സാധിക്കില്ലാന്ന്. ഒരു 3 ആഴ്ച നിൽക്കാനായിട്ട് എക്സ് അവനെ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് അവർ ഒരുപാട് സമയം സംസാരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം എക്സ് പിങ്ങിനോട് ചോദിക്കുന്നുണ്ട് അവന് എങ്ങനെയുള്ള ഫുഡാണ് ഇഷ്ടമെന്ന്. പിങ് പറയാണ് അവന് സ്ട്രോബെറീസ് ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ തന്നെ സ്ട്രോബെറീസ് ഉള്ള ഫുഡുകളും ഇഷ്ടമാണെന്ന്. അപ്പോഴാണ് അവിടെ കറണ്ട് പോകുന്നത്. പിങ് എക്സിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കാറുകൾ ശരിയാക്കുന്നതല്ലാതെ ഇലക്ട്രിക് ഇഷ്യൂസ് ഒക്കെ ശരിയാക്കാൻ അറിയോന്ന്? പഴയ വീടല്ലേ, അതുകൊണ്ട് തന്നെ ചില ഇലക്ട്രിക് സാധനങ്ങളൊന്നും ശരിക്കും ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല. പിങ് അത് ചോദിക്കേണ്ട താമസം അടുത്ത ദിവസം തന്നെ എക്സ് പിങ്ങിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവരുടെ കോളിംഗ് ബെല്ലൊന്നും വർക്കാവത്തില്ല. എക്സ് വരുന്നത് കണ്ടിട്ട് പിങ് തന്നെ വന്ന് അവനുള്ളിലേക്ക് വിളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എക്സ് അവന്റെ വർക്കൊക്കെ തുടങ്ങുകയാണ്. പിങ് ടോണിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ടോൺ അതിനൊന്നും സമ്മതിക്കുന്നില്ല. നാംപിങ്ങിനോട് ഒന്നും ചെയ്യണ്ട, അവിടെ പോയി ഇരിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ പിങ് എക്സിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതറിയാതെ തന്നെ അവന്റെ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടുകയാണ്. ടോണാണെങ്കിൽ ഒരുപാട് വറീഡായിട്ട് നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിങ് ആണെങ്കിൽ നീ എന്തിന് ഇത്രയും വറീഡാവുന്നേ? ഒരു ഗ്ലാസ് എന്റെ കയ്യിൽ നിന്നും അറിയാതെ താഴെ വീണ് പൊട്ടി, അത്ര മാത്രല്ലേ ഉള്ളൂ, ഇത് ഞാൻ തന്നെ ക്ലീൻ ആക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോ എന്നാ ശരി ഞാൻ നിങ്ങൾക്കുള്ള ഫുഡ് വാങ്ങിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ടോൺ പുറത്തേക്ക് പോവാണ്. അങ്ങനെ പിങ് ആ ചില്ലെല്ലാം വൃത്തിയാക്കാൻ നോക്കുമ്പോഴേക്കും എക്സ് വേഗം തന്നെ വന്നിട്ട് പിങ്ങിനെ അങ്ങ് മാറ്റി നിർത്തുകയാണ്. അവൻ എടുത്തോണ്ടാണ് മാറ്റി നിർത്തുന്നത്. അങ്ങനെ അവർ പരസ്പരം കുറച്ച് സെക്കൻഡുകൾ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ എക്സ് ആണെങ്കിൽ സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ട് പിങ്ങിനെ വേഗം തന്നെ മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് അവൻ അത് വേഗം ക്ലീൻ ചെയ്യുന്നുണ്ട്. എക്സിന് പിങ്ങിനോട് തോന്നിയ ആ ഇഷ്ടം പിങ്ങിനിപ്പോൾ എക്സിനോട് തിരികെയും തോന്നുന്നുണ്ട്. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് എക്സ് തിരികെ പോകുമ്പോൾ പിങ് അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ടോണ് തിരികെ വരുന്നതും നിനക്കെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നതും. അവൻ ഉദ്ദേശിക്കുന്നത് പിങ്ങിന് എക്സിനോടുള്ള ഇഷ്ടത്തെ കുറിച്ചാണ്. പക്ഷെ പിങ് ആണെങ്കിൽ എനിക്ക് നിന്നോടൊന്നും പറയാനില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫുഡ് വാങ്ങിയിട്ട് വേഗം തന്നെ പോവാണ്. ഇപ്പൊ വർക്ക്ഷോപ്പിലേക്ക് ജയനെ കാണാനായിട്ട് മെങ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജയ ശരിയാക്കി കൊടുത്തിട്ടുള്ള കാറിന്റെ ഓണറാണ് മെങ്. അവൻ കാർ ഓടിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ജയ പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ കാറിന്റെ ടയറിൽ നിന്നും ഒരു നഖത്തിന്റെ പീസ് കിട്ടുന്നത്. അപ്പൊ തന്നെ മെങ് പറയുന്നുണ്ട് ഭാഗ്യം കൊണ്ടാണ് ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ അവൻ രക്ഷപ്പെട്ടത്. ജയ ഇപ്പൊ തന്നെ കാറ് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണമെന്ന്. ജയുമായിട്ട് കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് മെങ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ജയക്ക് ആ കാര്യം ഇപ്പോഴൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ അവന്റെ കാറിന്റെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ തിരികെ പോവാണ്. എക്സ് ആണെങ്കിൽ പിങ്ങിന്റെ അച്ഛന്റെ കാർ തന്നെയാണ് എപ്പോഴും ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എക്സ് ജയനോട് പറയുന്നുണ്ട് കുറച്ച് വെള്ളം എടുത്തു തരാനായിട്ട്. പക്ഷെ ജയക്ക് പകരം പിങ്ങായിരിക്കും എക്സിന് വേണ്ടിയിട്ട് വെള്ളം എടുത്തു കൊടുക്കുന്നത്. പിങ്ങിനെ കാണുമ്പോൾ തന്നെ എക്സ് ആകെ വണ്ടടിച്ചു പോവാണ്. എക്സിന്റെ നെറ്റി ചെറുതായിട്ട് മുട്ടുന്നൊക്കെ ഉണ്ട്. പിങ്ങാണ് അവന് വേണ്ടിയിട്ട് ബാൻഡേഡ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അവരിപ്പോ ഒരുപാട് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് പിങ്ങിനെ കിസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ പിങ്ങാണെങ്കിൽ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് അവൻ നാളെ വരാം എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം എക്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിങ് അങ്ങോട്ട് വരുന്നുണ്ട്. ആ കാറിന്റെ എല്ലാ കാര്യങ്ങളും എക്സ് പിങ്ങിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ അവര് കൂടുതൽ 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 ക്ലോസ് ആവുകയാണ്. അതിനിടയിൽ എക്സിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ പിങ് എടുക്കുന്നുണ്ട്. പിങ് എക്സിനെ കുറെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിനിടയിൽ പിങ്ങിന്റെ കയ്യിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ താഴെയും വീഴുന്നുണ്ട്. അങ്ങനെ പണിയുടെ ഇടയിലും അവരൊരുപാട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കുമുള്ള ഇഷ്ടം ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും തുറന്നു പറയാതെ തന്നെ പരസ്പരം ഇഷ്ടമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. പിങ് ഇപ്പോൾ കൂടുതൽ സമയവും എക്സിന്റെ കൂടെയാണ് ചെലവഴിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാണ്. അവിടെ വെച്ചിട്ട് പിങ് എക്സിന്റെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അവർ വീണ്ടും വീണ്ടും ഒരുപാട് ക്ലോസ് ആയോണ്ടിരിക്കുകയാണ്. എന്നിട്ട് എക്സ് ചോദിക്കുന്നുണ്ട്, പിങ്ങിന് തായ്ലൻഡ് ഇഷ്ടമല്ലേ, പിന്നെന്തിനാണ് ഇവിടെ നിൽക്കാതെ തിരികെ പോകുന്നതെന്ന്. പക്ഷെ നാംപിങ് ആണെങ്കിൽ അതിനൊരു ഉത്തരം കൊടുക്കുന്നില്ല. എക്സ് വീണ്ടും ചോദിക്കുന്നുണ്ട്, വിദേശത്ത് പിങ്ങിനെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോന്ന്. പിങ് പറയുന്നുണ്ട് അവൻ അവിടെ കാത്തിരിക്കാനായിട്ട് ആരുമില്ലാന്ന്. അത് കേൾക്കുമ്പോൾ എക്സിന് ആശ്വാസമാവുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയാണ്, നിന്നെ കാത്തിരിക്കാനും നിന്നെ സ്നേഹിക്കാനും ഇവിടെ ഞാനില്ലേ, പിന്നെ എന്തിനാണ് നീ തിരികെ പോകുന്നത്, ഇവിടെ തന്നെ നിന്നൂടെന്ന്. അത് കേൾക്കുമ്പോൾ പിങ് പറയുന്നുണ്ട് അവൻ ഉറപ്പായിട്ടും അടുത്ത വർഷം തിരികെ വരുന്നു, എന്തായാലും തിരികെ വരുന്നു പറഞ്ഞിട്ട് പ്രോമിസും ചെയ്യുന്നുണ്ട്. വീണ്ടും എക്സ് കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പിങ് വേഗം തന്നെ അവനെ കിസ് ചെയ്യുകയാണ്. എക്സ് ആണെങ്കിൽ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ട് അവൻ പിങ്ങിനോട് ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരെണ്ണം കൂടി തരൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്റ്റോറിയുടെ ആദ്യത്തെ പാർട്ട് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. അതിനായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യാം. ബൈ.